Meet the editors. അസാധാരണമായ കരുതലോ എന്നാണ് ചോദ്യം. സ്മൃതിയിൽ തന്നെ തുടങ്ങാം. അസാധാരണ കരുതലാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പൂരം കലക്കിയോ എന്നുള്ള അന്വേഷണം നടക്കുന്നു. അന്വേഷണം തുടങ്ങി ഒരു മാസം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും നടന്നിട്ടില്ല. അവിടെ ദേവസ്വത്തിൻ്റെ പ്രതിനിധികളെയൊക്കെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ 5 മാസമായിട്ടും എന്താണ് അന്വേഷണത്തിൽ റിപ്പോർട്ട് വരാത്തത്, എന്തായി അന്വേഷണമെന്ന് CPI തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നു. അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആവർത്തിച്ച് ചോദിക്കുന്നു. അകത്ത് ചോദിക്കുന്നു, പരസ്യമായി ചോദിക്കുന്നു. അകത്ത് ചോദിച്ചിട്ട് മറുപടി കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. ഏതായാലും അതിനുശേഷം ഒരു മാധ്യമമാണ് വിവരാവകാശ രൂപത്തിൽ ആവശ്യപ്പെട്ടത്. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് നൽകി. അതിലെ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇതിൽ അന്വേഷണം നടത്തുന്നതാരാണ്? ഈ ആരോപണ വിധേയനാണ്. പൂരം കലക്കിയതിൽ നേതൃത്വം വഹിച്ചത് ഈ ADGP ആണ് എന്ന ആരോപണം ശക്തമായി ഉയർന്നു കഴിഞ്ഞിട്ടെങ്കിലും ആ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് വലിയ നടപടിക്രമങ്ങളുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ADGPയുമായി ബന്ധപ്പെട്ട് ആ ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന വലിയ ആരോപണത്തിൽ ആ ആരോപണം പുറത്തേക്ക് വിട്ട ഉദ്യോഗസ്ഥനെതിരെ വേഗത്തിൽ നടപടിയെടുക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണ്? അജിത് കുമാറിനെ തൊട്ടാൽ ഈ ഉദ്യോഗസ്ഥന് ഇപ്പോൾ തന്നെ സസ്പെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സന്ദേശം. അല്ലെങ്കിൽ അതിൽ വ്യക്തത വരുത്തണം. ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട് എങ്കിൽ അതിലത്തെ രഹസ്യാത്മകത എന്താണ്? ഇവിടെ കേരളം കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമല്ലേ? ഇവിടെ ഭരണപക്ഷം കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമല്ലേ? എന്താണ് പൂരത്തിൽ, എങ്ങനെയാണ് പൂരം കലക്കിയത്? അതിന്മേലൊരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് തരാതിരുന്നത്? എന്തിനാണ് അതിൽ രഹസ്യാത്മകത എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിലൊക്കെ കളത്തരം ഒരു ഉദ്യോഗസ്ഥന് കാണിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് സർക്കാരിനെ അങ്ങ് കരിവാരി തേച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുമെന്നാണോ കരുതുന്നത്? അങ്ങനെ കരുതെങ്കിൽ കരുതാം. പക്ഷേ എൻ്റെ ബോധ്യത്തിൽ മനസ്സിലാകുന്ന ഇതാണ്, ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ സർക്കാരിന് ഇപ്പോൾ വലിയ നാണക്കേടുണ്ടായിരിക്കുന്നത് ഇതിന്മേൽ അന്വേഷണം നടക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമാണോ? വേറെ നാണക്കേടൊന്നുമില്ലേ? ഇവിടെ സർക്കാരിലെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ സ്വർണ്ണക്കടത്തിലും കൊലപാതകത്തിലും പങ്കാളിയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോഴൊന്നും ഒരു നാണക്കേടില്ലേ? അദ്ദേഹത്തിനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് 2 അന്വേഷണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നടക്കട്ടെ. നടപടിക്രമങ്ങൾ വലിയ നടപടിക്രമങ്ങളായതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് ക്രമസമാധാന കാര്യങ്ങൾ എല്ലാം വിശദമായി നോക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നാണക്കേടുമില്ലേ? ഇവിടെ ഭരണപക്ഷത്ത് നിന്ന് തന്നെ ചോദ്യം വരുമ്പോൾ ഇപ്പോൾ PV അൻവർ ഭരണപക്ഷ MLA ആണല്ലോ, ഇന്ന് പോലും പറയുകയാണ് സമാന്തര അന്വേഷണമാണ് നടക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്ത പരാതി ഒരാഴ്ച മുക്കി അവിടെ വെച്ചു, അതിനുശേഷമാണ് അത് എടുത്ത് അന്വേഷണത്തിൽ കൊടുത്തത്. ആ അന്വേഷണം അവിടെ നടക്കുമ്പോൾ അപ്പുറത്ത് എനിക്ക് വിവരങ്ങൾ തന്നത് ആരൊക്കെയാണ് എന്ന അന്വേഷണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ADGP. അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായ അദ്ദേഹത്തിന് എന്തിനാണ് ആ ക്രമസമാധാന ചുമതല നിർത്തുന്നത്? അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് PV അൻവറിന് വിവരങ്ങൾ കിട്ടിയതുകൊണ്ടാണല്ലോ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു അദ്ദേഹത്തിന് കിട്ടിയ വിവരം തന്നെയാണല്ലോ. തൽക്കാലം അദ്ദേഹത്തെ നമുക്ക് വിശ്വസിക്കാനേ വഴിയുള്ളൂ. കാരണം പല ഗുരുതരമായ കാര്യങ്ങളും പറയുമ്പോൾ ആ കാര്യങ്ങൾ പൂർണ്ണമായി തള്ളുന്നില്ല, അതുമേൽ നിശബ്ദമായിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്താനിരിക്കുന്നു. വാർത്താസമ്മേളനത്തിന് മുൻപ് തന്നെ അന്വേഷണ റിപ്പോർട്ടുകൾ അതാ വരാൻ പോകുന്നു എന്നൊക്കെയാണ് തലസ്ഥാനത്തെ പറഞ്ഞു കേൾക്കുന്ന കിംവദന്തി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. എന്തായാലും നാളെ വാർത്താസമ്മേളനം നടത്തുന്നതിന് മുമ്പ് എന്തായാലും ഒരു പ്രതിരോധത്തിനുള്ള ഒരു ശക്തമായ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടാകാം. കിട്ടി. നാളത്തെ മുഖ്യമന്ത്രി പറയുന്ന ഉത്തരം ഇപ്പൊ കിട്ടി. തെറ്റായ മറുപടിയാണ് കൊടുത്തത്. ഇതാണോ പറയാൻ പോകുന്നത്? അല്ലേ മറുപടി? ഇതാണോ വാർത്താ സമ്മേളനത്തിൽ പറയാമെന്ന്? കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു അന്വേഷണവും നടക്കാതെ ഒരു മാസം മാത്രം പേരിന് ഒരു അന്വേഷണം നടത്തി അതിന്മേൽ അടയിരുന്ന് അതിന്മേൽ ഒരു മറുപടിയും നൽകാതെ ഭരണപക്ഷത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ വ്യക്തി പോലും ചോദിച്ചിട്ട് ഒരു മറുപടിയും നൽകാതെ ഇത്രയും കാലം വെച്ചിട്ട് അതിന്മേൽ കൃത്യമായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ വലിയ നടപടിയായിപ്പോയി. അവിടെയാണ് ഭാഗികമായ എൻ്റെ വിയോജിപ്പ്. അവിടെയാണ് സ്മൃതി. ഞാൻ പൂർണ്ണമായും സ്മൃതി പറഞ്ഞ ആദ്യത്തെ ഒരു ഭാഗത്ത്, അതായത് ഒരാഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്നാണ് ഏപ്രിൽ 23-ാം തീയതി DGPക്ക് മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശം. അതാണ് ഏപ്രിൽ 23-ാം തീയതി മാധ്യമങ്ങളുടെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ശരിയാണ്, ഒരാഴ്ചക്കുള്ളിൽ DGP ഈ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. DGP ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് ക്രമസമാധാനത്തിന് ചുമതലയുള്ള MR അജിത് കുമാറിനെയാണ്. അപ്പോൾ ആരോപണ വിധേയനായ ഒരാൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്ന് നമ്മൾ 24-ൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇരുന്ന് പറയുന്നു. പക്ഷേ അന്ന് 2023 ഏപ്രിൽ മാസം 23-ാം തീയതി ഈ MR അജിത് കുമാർ ആരോപണ വിധേയനാണോ?
അന്നും പറയുന്നുണ്ട്. അന്നും ആര് പറയുന്നുണ്ട്? ഇല്ല, നമ്മളൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അന്നൊക്കെ ആ സമയത്ത് ചർച്ച നടത്തുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. SP അവിടെ പുറത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ADGP രാവിലെ മുതൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, താങ്കൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. അപ്പോഴും അല്ല, ആയിക്കോട്ടെ, അപ്പോഴും പറയുന്നുണ്ട് ADGP അവിടെ ഉണ്ട് രാവിലെ മുതൽ, അതുകൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എന്നുള്ള കാര്യം വേറെ. പക്ഷെ അദ്ദേഹം അവിടെ രാവിലെ മുതൽ ഉണ്ടാവുകയും ഈ കാര്യങ്ങളൊക്കെ അറിയുകയും പുറത്തേക്ക് ആരോപണ വിധേയനാണെന്ന് നമ്മൾ പറയുന്ന MR അജിത് കുമാറിനെതിരെ RSSുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദമോ 2024 ഏപ്രിൽ മാസം 23-ാം തീയതി ഇല്ല, കൂടിക്കാഴ്ചയുടെ വിവരമല്ല ഞാൻ ഇതിന് പിന്നിൽ MR അജിത് കുമാറാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് പറഞ്ഞതാണോ ഞാൻ പറയാം. ADGP അവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. ADGP അവിടെ ഉണ്ടായിട്ടും അതിന്മേൽ ഇടപെട്ടില്ല, അതിൽ സംശയമുണ്ട് എന്നുള്ള ചോദ്യം അന്ന് ഉയർത്തി. ഞാൻ എന്റെ ശ്രദ്ധയിലുണ്ട് ഒരു നേതാവും ADGP MR അജിത് കുമാർ കൂടി ഉൾപ്പെട്ടാണ് ഈ പൂരം കലക്കിയിരുന്ന ആരോപണമാണ്. പൂരം കലക്കി എന്നൊരു വാചകമെന്നോ ആ രൂപത്തിലേക്ക് അങ്ങനെയല്ല. സംശയകരമാണ് എന്ന വാക്കുണ്ട്. നോക്കൂ, അവിടെ ADGPക്ക് ഉത്തരവാദിത്വം കൈമാറുന്നു. ADGP അത് അന്വേഷിക്കുന്നു. ADGP അന്വേഷിക്കുന്നത് ആരാണ്? തൃശ്ശൂർ യൂണിറ്റ് അല്ലല്ലോ, അന്വേഷിക്കുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടറിൽ നിന്നാണ്. ഇപ്പോൾ ഈ വിവരാവകാശം ചോദിച്ചിരിക്കുന്നത് അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഈ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ചോദ്യം. ആ അന്വേഷണത്തിലുള്ള മറുപടി എന്താണ് MS സന്ദേശ് കൊടുക്കേണ്ടിയിരുന്നത്? ആ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ആ അന്വേഷണം നടക്കുകയായിരുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരത്തിനു പകരം കൊടുത്തിരുന്നത് രേഖകൾ പരിശോധിച്ചു വരുന്നു, പോലീസ് ആസ്ഥാനത്ത് രേഖകൾ പരിശോധിച്ചു വരുന്നു, മാത്രവുമല്ല ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത് തൃശ്ശൂരിലെ യൂണിറ്റാണ് എന്ന് തെറ്റായ വിവരം കൊടുത്തു. നോക്കൂ സ്മൃതി, അങ്ങനെ ഒരു തെറ്റായ വിവരം കൊടുത്തൊരു ഉദ്യോഗസ്ഥനെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചുമതലയിൽ തുടർത്താൻ കഴിയുക? ആ തെറ്റായ വിവരം കൊടുത്തൊരു ഉദ്യോഗസ്ഥനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര ഓഫീസും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കലല്ലേ ആവശ്യം? കാരണം ഈ കേസ് അന്വേഷിക്കുന്നത് തൃശ്ശൂർ യൂണിറ്റ് അല്ല, പക്ഷേ വിവരാവകാശ പ്രകാരം ഉത്തരം കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ യൂണിറ്റ് ആണ് എന്നാണ്. തൃശ്ശൂർ യൂണിറ്റ് ആവട്ടെ ഇങ്ങനൊരു കേസ് അന്വേഷിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. കേസ് അന്വേഷിക്കുന്നത് എവിടെയാണ്? പോലീസ് ഹെഡ്ക്വാർട്ടറിലാണ്. ശരിയാണ്, ആ ഭാഗത്ത് 5 മാസമായി, ഒരാഴ്ച കൊണ്ട് സമർപ്പിക്കേണ്ട ഒരു റിപ്പോർട്ട് 5 മാസമായി വൈകുന്നു എന്നത് വസ്തുതയാണ്. അതേപോലെ വസ്തുതയാണ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിനു പകരം അന്വേഷണത്തിൻ്റെ രേഖകൾ പരിശോധിച്ചു വരുന്നു, ഹെഡ്ക്വാർട്ടറിൽ അതിൻ്റെ രേഖകൾ പരിശോധിച്ചു വരുന്നുവെന്നും തൃശ്ശൂർ യൂണിറ്റ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതും തൃശ്ശൂർ യൂണിറ്റ് അങ്ങനെ ഒരു പരിശോധന നടത്തുന്നുണ്ടോ എന്ന് ഇതേ സന്തോഷ് ഈ വിവരാവകാശ രേഖയുടെ ചോദ്യം തൃശ്ശൂർ യൂണിറ്റിന് അയച്ചു കൊടുക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അന്വേഷണം നടത്തുന്നത് ഹെഡ്ക്വാർട്ടറാണ്. ആ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് തന്നെ അന്വേഷണം നടത്തുന്നു എന്ന ഉത്തരം കൊടുക്കേണ്ടതിനു പകരം തെറ്റായ ഉത്തരം കൊടുത്തു എന്നുള്ളത് ഇന്നത്തെ ഈ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ തെറ്റായ ഉത്തരം കൊടുത്തൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമ്പോൾ ആ നടപടി ഒരു തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുക? എൻ്റെ സംശയം അവിടെ മാത്രമാണ്, ആ വിഷയത്തിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. അതുകൊണ്ട് ഇന്നിപ്പോൾ MS സന്തോഷിനെതിരെ എടുത്തിരിക്കുന്ന നടപടി തെറ്റായ വിവരം കൊടുത്തിരിക്കുന്നു എന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ADGPയെ സംരക്ഷിക്കുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ അതേസമയം ഈ വിഷയത്തിൽ സർക്കാരും ആഭ്യന്തര വകുപ്പും പ്രതിക്കൂട്ടിലാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ ആരോപണം ഉയർന്നിരിക്കുന്നത് ഇടതുപാളയത്തിൽ തന്നെയാണ്. ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ വലുതുമാണ്. ഇത് നോക്കൂ, ഈ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന കേസുകൾ, ഒരെണ്ണം മലപ്പുറത്ത് SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയതിൻ്റെ പേരിൽ ആരോപണ വിധേയനാണ് ഈ ADGP. ആ വിഷയം ഇന്ന് വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട്. രണ്ടാമത്തേത് എന്താണ്? അതായത് മോഷണം നടത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന വിഷയം പരിശോധിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണ പരിധിയിൽ അത് ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം എന്താണ്? സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ അതിൻ്റെ ലാഭവിഹിതം ഈ ADGPക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ടോ? കള്ളക്കടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആരോപണം. അത് അന്വേഷിക്കാൻ ഉത്തരവിടുന്നത് ആരാണ്? DGP ആണ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു പ്രാഥമികമായ അന്വേഷണം വേണം. അതാണിപ്പോൾ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത്. മൂന്നാമത്തേത് എന്താണ്? ഒരു ഓൺലൈൻ എഡിറ്ററിൽ നിന്ന്, ഷാജൻ സ്കറിയയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങി അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനെന്ന കൈക്കൂലി സംബന്ധമായ മറ്റൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മോഷണമുണ്ട്, രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണമുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നൊരു ആരോപണമുണ്ട്. ഇതുകൂടാതെയാണ് ആഡംബര ഭവനങ്ങളും സ്വത്തിൻ്റെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനവും അടക്കമുള്ള വിഷയങ്ങളും അന്വേഷണത്തിന് പരിധിയിലുണ്ട്. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഓഫീസർക്കെതിരെ ഇത്തരത്തിൽ മോഷണം,
കള്ളക്കടത്ത്, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥനെ പൊതു ക്രമസമാധാന ചുമതല നിലനിർത്തുന്ന ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ആ പദവിയിൽ തുടരാൻ അനുവദിക്കുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തതാണ്. പ്രാഥമിക അന്വേഷണമായിരിക്കാം. അതോടൊപ്പമാണ് രാഷ്ട്രീയമായി CPI ഉയർത്തുന്ന, RJD ഉയർത്തുന്ന, PV അൻവറും KT ജലീലും പ്രതിപക്ഷവും ഉയർത്തുന്ന RSS കൂടിക്കാഴ്ചയും വരുന്നത്. അങ്ങനെ അടിമുടി ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗസ്ഥൻ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ തുടരുക എന്നുള്ളത് ധാർമ്മികമായി ശരിയല്ല എന്ന നിലപാടാണ് എനിക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ ADGP MR അജിത് കുമാർ ക്രമസമാധാനത്തിന്റെ ചുമതലയോടുകൂടി എത്ര ദിവസം തുടരുന്നുണ്ടോ അത്രയും ദിവസം ഈ സർക്കാരിനെ അത് പ്രതിക്കൂട്ടിലാക്കും, പ്രതിസന്ധിയിലാക്കും. സർക്കാർ അതിനെ എന്ത് ന്യായീകരണം കണ്ടെത്തിയാലും അതിനൊരു ന്യായീകരണമായി നമ്മൾ കേട്ടത് പ്രകാശ് സിംഗ് കേസിൽ സെൻകുമാറിന് സംഭവിച്ചതുപോലെ ഒരു വിധി ഈ ADGPയുടെ കാര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് തെറ്റായ വാദമാണ്. കാരണം 2006 പ്രകാശ് സിംഗ് കേസ് 2017 ഉദ്ധരിച്ചുകൊണ്ട് TP സെൻകുമാറിനെ DGP സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സംസ്ഥാനത്തെ DGP നിയമിച്ചാൽ 2 വർഷമെങ്കിലും അദ്ദേഹത്തിന് സ്ഥിരമായ ആ പദവിയിലിരിക്കാൻ കഴിയണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ച് ഓഫ് ദി റിഷീം. ഭരണകൂടത്തിന്റെ മാറ്റത്തിന് വിധേയമായ DGP മാറ്റാൻ കഴിയില്ല. അതിവിടെ എങ്ങനെയാണ് ADGPക്ക് ബാധകമാവുക? അത് DGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ADGP എന്നതൊരു റാങ്കാണ്. ആ റാങ്കിൽ നിന്ന് മാറ്റണമെന്നല്ല നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രമസമാധാനം എന്ന് പറയുന്നത് ആ ADGP കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്, ഒരു പോർട്ട്ഫോളിയോ മാത്രമാണ്. ആ വകുപ്പിൽ നിന്ന് മാറ്റണമെന്ന് ഉള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, ഹോം സെക്രട്ടറിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാത്രം സാധ്യമാക്കാൻ കഴിയുമെന്നിരിക്കെ ഇക്കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ സംഭവിച്ചൊരു കൂടിക്കാഴ്ചയും അതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടും തന്റെ ഓഫീസ് ടേബിളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന രാഷ്ട്രീയ ചോദ്യം വളരെ പ്രസക്തമാണ്. അതോടൊപ്പം മോഷണം, കള്ളക്കടത്ത്, അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങളുടെ മുനയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGP ആയി തുടരുന്നത് പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതാണ് എന്നതുകൂടിയാണ് വാസ്തവം. ഇതിനെ നാളെ മുഖ്യമന്ത്രി എങ്ങനെ ന്യായീകരിക്കാൻ പോയാലും അത് ഏറ്റവും ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് ഇവിടെയായിരിക്കും. നമുക്കിപ്പം VS സുനിൽകുമാർ കൂടി ചേരുന്നുള്ളൂ. VS സുനിൽകുമാർ, ഇപ്പോൾ MS സന്തോഷിനെ മാറ്റിയിരിക്കുന്നു. MS സന്തോഷാണ് ഇന്ന് വിവരാവകാശത്തിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായ മറുപടിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെറ്റായ വിവരം കൊടുത്തു എന്നതിന്റെ പേരിൽ ഈ DYSPയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് ഞെട്ടിയ വിവരം തെറ്റായ വിവരമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. എന്താണ് പ്രതികരണം? തീർച്ചയായിട്ടും ഞാനിന്ന് രാവിലെ തന്നെ അങ്ങനെ ഒരു ഞെട്ടലുണ്ടായി എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് അറിയില്ല എന്ന് അതേ വകുപ്പിലെ അല്ലെങ്കിൽ ആ DGPയുടെ ഓഫീസിൽ നിന്നും മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞെട്ടലുണ്ടാക്കേണ്ട കാര്യമല്ലേ? അത് ശരി, അത് അങ്ങനെ ഒരു വിവരം കൊടുത്ത് ശരിയായില്ല എന്ന് ഗവൺമെന്റ് പറയുന്നതിന്റെ അർത്ഥം ആ വിവരം കൊടുത്ത വിഷയമല്ല ഗവൺമെന്റ് ഉദ്ദേശിച്ച ഗവൺമെന്റ് അങ്ങനെയല്ലെന്നും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ടെന്നും വ്യക്തമാക്കുന്ന നടപടിയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാളെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ കാര്യങ്ങൾ വ്യക്തത വരുന്നതാണ് എനിക്ക് ഇപ്പൊ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഒരു സെക്കൻഡ്, ശ്രീ VS സുനിൽകുമാർ, ഇതിൽ അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയനായ ADGP ആണ്. ADGP ഇപ്പോൾ ഈ അതായത് റിപ്പോർട്ട് എവിടെ എന്ന് ആവർത്തിച്ച് പറയുന്ന ഘട്ടത്തിൽ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, ആ റിപ്പോർട്ട് നാളെ കൊടുക്കാനിരിക്കുന്നു എന്നൊക്കെ തലസ്ഥാനത്തുനിന്ന് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നാളെ റിപ്പോർട്ട് കൊടുക്കുന്നത് ആരോപണ വിധേയനായ ADGP ആണ്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ ശ്രീ VS സുനിൽകുമാർ? അല്ല, നിങ്ങൾ തലസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല. ഒരു കാര്യം, അവിടെ അന്ന് ഇത് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ADGPക്കെതിരായിട്ടുള്ള ആരോപണങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ട് വരുന്ന പശ്ചാത്തലത്തിൽ ആ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതകളാണോ അതല്ല മറ്റേതെങ്കിലും തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആണോ, ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ റിപ്പോർട്ട് പരിശോധിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ റിപ്പോർട്ട് വരട്ടെ. ഇത് റിപ്പോർട്ട് ആരുടെ റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ട് ഗവൺമെന്റ് റിപ്പോർട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവും എന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ADGP ആ സ്ഥാനത്ത് തുടരരുത് എന്നുള്ളതാണല്ലോ CPയുടെ നിലപാട്. ആവർത്തിച്ച് നിങ്ങൾ നേതാക്കൾ പറയുന്നതും അതാണല്ലോ. അപ്പോൾ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത്. അതിന്റെ വിശ്വാസ്യതയിൽ എത്രത്തോളം ഉണ്ട്? ആ വിശ്വാസ്യതയെ സംബന്ധിച്ചൊന്നും ഇപ്പോ അങ്ങനെ ആ വിശ്വാസ്യത ഇല്ല എന്നൊന്നും പറയുന്നത് ന്യായമായ കാര്യമല്ല. അത് പിന്നെ ADGPയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാടുകളൊക്കെ പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കിപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നടത്താൻ കഴിയില്ല. ഏതായാലും ഞാൻ ആവശ്യപ്പെട്ടത് അന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ്.
ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഈ ADGP കൊണ്ട് അന്വേഷിപ്പിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അങ്ങനെ പരാതി വന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടാക്കിയ റിപ്പോർട്ട് മാറ്റി വേറെ റിപ്പോർട്ട് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. നേരത്തെ ഉണ്ടാക്കിയ റിപ്പോർട്ട് ആണ് എന്ന പിന്നെ ഉത്തമ വിശ്വാസത്തോടുകൂടി ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫാബ്രിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ റിപ്പോർട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ പ്രതികരിക്കുന്നതായിരിക്കും ഉചിതം. ശരി, താങ്ക് യു ശ്രീ VS സുനിൽകുമാർ. ADGP കൈവിടാത്തത് അസാധാരണമായ കരുതലോ എന്നാണ് ചോദ്യം. സുജയ, ADGPയോട് കരുതലുണ്ട് എന്ന് നമ്മൾ ഈ വിഷയം ആദ്യം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഞാനിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടാകുമെന്ന് എതിർത്തവരിൽ ഒരാളില്ല. പക്ഷേ മാഡത്തിന് ഓർമ്മ കാണുമല്ലോ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നടപടി ഉടനെ ഉണ്ടാവില്ല എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ ADGPയെ തൊടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിയാതെ മുഖ്യമന്ത്രി MR അജിത് കുമാർ എന്ന ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയെ മാറ്റാൻ പോകുന്നില്ല എന്നത് ബോധ്യമാകുന്ന കാര്യം തന്നെയാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവിടെ PV അൻവർ പറഞ്ഞതിനെക്കുറിച്ച് PV അൻവർ ആണല്ലോ ഈ ആരോപണങ്ങൾക്കെല്ലാം തുടക്കമിടുന്നത്. PV അൻവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം ആരോപണങ്ങളാണ്, അലിഗേഷൻസ് ആണ്. ആ ആരോപണങ്ങളിന്മേൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ അലിഗേഷൻസ് ഉയരുമ്പോൾ അതിൽ അന്വേഷണം നടത്തണം. പ്രാഥമിക അന്വേഷണം, വസ്തുതാ പരിശോധന അതൊക്കെ നടത്തണം. അതിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് പൂർത്തിയാകാതെ പൊടുന്നനെ എടുത്ത് മാറ്റാൻ കഴിയുന്ന ഒരു പൊസിഷനിലല്ല MR അജിത് കുമാർ ഇരിക്കുന്നത് എന്നത് നേരത്തെ ഡോക്ടർ അരുൺ കൃത്യമായി പറഞ്ഞതുപോലെ ADGP ആണ് റാങ്ക്. ആ റാങ്കിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ അലിഗേഷൻസ് വരുമ്പോൾ ആ അലിഗേഷൻസ് പ്രൂവ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ കഴമുണ്ടെന്ന് ബോധ്യപ്പെടുകയെങ്കിലും വേണം. ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഉയർന്ന സ്വർണ്ണക്കടത്തടക്കമുള്ള എല്ലാ ആരോപണങ്ങളെക്കുറിച്ചുമുള്ള വസ്തുതാ പരിശോധന, പ്രാഥമിക അന്വേഷണമാണ് അവിടെ നടക്കുക. അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 6 മാസം സമയമുണ്ട് യോഗേഷ് ഗുപ്തയുടെ ടീമിന് അന്വേഷണം നടത്തുന്നതിന്. ആ 6 മാസത്തിനുള്ളിൽ ഈ ഉയർന്ന ആരോപണങ്ങൾ എല്ലാം PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും, അല്ലാതെ വന്നിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ, ആരോപണങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം ചേർത്തുകൊണ്ട് അതിലെല്ലാം വസ്തുതാ പരിശോധന നടത്തി അതിന്മേൽ ഒരു റിപ്പോർട്ട് കൊടുക്കുക. കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രം അന്വേഷണത്തിലേക്ക് നീങ്ങുക. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ADGP MR അജിത് കുമാറിനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണമോ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ SIT നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി MR അജിത് കുമാർ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് PV അൻവർ MLA ആണ്. അത് അദ്ദേഹത്തിന് സംശയിക്കാൻ സ്വാഭാവികമായും വകയുണ്ട്. കാരണം PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SITക്ക് വിട്ടത്. MR അജിത് കുമാർ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ട കത്തുകൂടി അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അത് PV അൻവർ MLAക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല എങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ MR അജിത് കുമാർ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമ്പോൾ അതിൽ കൊടുക്കേണ്ട വസ്തുതകൾ ശേഖരിക്കും. അതിനെയാണ് PV അൻവർ ഇവിടെ സമാന്തര അന്വേഷണം എന്ന് പറയുന്നത്. ആ രീതിയിൽ PV അൻവർ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുമ്പോൾ PV അൻവറും പറയുന്നുണ്ടല്ലോ, ഞാൻ ആളുകളുടെ ഫോൺ റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ പുറത്തുവിട്ടത് ഒരു റെക്കോർഡിംഗ് ആണല്ലോ. സുജിത് ദാസുമായുള്ള സംഭാഷണം പുറത്തുവിട്ടത് PV അൻവറാണ്. അത് അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യാതെ അത് പുറത്തുവിടാൻ കഴിയില്ല. അതുപോലെ തന്നെ സമാന്തരമായി ഒരു ആരോപണം ഒരാൾക്കെതിരെ ഉയരുമ്പോൾ അയാളും തനിക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. അത് സ്വാഭാവികമായി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അത് MR അജിത് കുമാർ ചെയ്യുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ഭാഗം സുരക്ഷിതമാക്കാൻ വേണ്ടതെല്ലാം MR അജിത് കുമാർ ഇതിനകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലാതെ ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആരോപണം ഉന്നയിച്ചവർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടു നിൽക്കുന്ന ഒരു ആളാണ് ഇപ്പോൾ 29 വർഷം സർവീസുള്ള MR അജിത് കുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ PV അൻവറിന് അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, PV അൻവറിന് എതിരെ എന്തൊക്കെ കൊണ്ടുവരാമോ അതെല്ലാം MR അജിത് കുമാർ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിജിലൻസ് അന്വേഷണം, ടീം രൂപീകരണം, പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നാളെ രാവിലെ 11 മണിക്ക് നടക്കാൻ പോകുന്നു. അതിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു സേഫ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വാർത്താസമ്മേളനം വിളിക്കില്ല. നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കാര്യങ്ങൾ നാളെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധത്തിനേക്കാൾ തിരിച്ചങ്ങോട്ട് അടിക്കാനുള്ള വടിയെല്ലാം സ്വാംശീകരിച്ച് എല്ലാം അടുക്കി വെച്ചതിന് ശേഷമാണ് നാളെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രി വരാൻ പോകുന്നത്. ആ അടി എവിടെ കൊള്ളും എന്നുള്ളതാണ്. PV അൻവറിനുള്ള അടിയാണോ? PV അൻവറിനുള്ള അടിയല്ല. ഞാൻ പൂർത്തിയാക്കട്ടെ, അപ്പോൾ മാഡത്തിന് കൃത്യമായി അത് മനസ്സിലാകും. നല്ല അടിയാണ് മുഖ്യമന്ത്രി നാളെ തരാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിലൊന്ന് മാധ്യമങ്ങൾക്കാണ്, ഉറപ്പായിട്ടും ഒന്ന് മാധ്യമങ്ങൾക്കാണ്. അതിലെന്താ പുതുമ? പുതുമ എന്നുള്ളതല്ല.
തെറ്റായ വാർത്ത കൊടുത്തു. മാധ്യമങ്ങൾ വിമർശിക്കുമ്പോൾ ചില ആദ്യം പറയട്ടെ തെറ്റാണോ എന്ന് എന്നിട്ട് തീരുമാനിക്കാന്നേ. മുഖ്യമന്ത്രി PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൂർത്തിയാക്കിയിട്ട് നമുക്ക് തർക്കിക്കാം. അപ്പോൾ മുഖ്യമന്ത്രി എന്തായാലും വടിവെട്ടിയിട്ടേ ഉള്ളൂ, അടിക്കാൻ വരുന്നതേ ഉള്ളൂ. നാളെ 11 മണിക്കാണ്. അപ്പോൾ ഈ വിജിലൻസ് MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം അന്വേഷണം. അപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ അന്വേഷണത്തിന് വിട്ടോ എന്ന് ചോദിച്ചാൽ വിട്ടു, വിജിലൻസിന് വിട്ടു. മുഖ്യമന്ത്രി പറയുന്ന ആളെ ഞാൻ വിജിലൻസിന് വിട്ടു. അതുപോലെ തന്നെ CPI ഉന്നയിച്ചു, പാർട്ടിക്കുള്ളിൽ വരുന്നു, ഇതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മറുപടിയുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അത് സ്പീഡപ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചില്ലേ എന്ന് ചോദിച്ചാൽ നിർദ്ദേശിച്ചു. ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് അതിന്മേലുള്ള റിപ്പോർട്ട് വരണം എന്നുള്ളത് ഇപ്പോൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് നാളെ വാർത്താ സമ്മേളനത്തിൽ വന്ന ആ ചോദ്യത്തിന് മറുപടി പറയാൻ രണ്ടാമത്തെ കാര്യവും അദ്ദേഹത്തിന്റെ കയ്യിൽ തയ്യാറാണ്. ഇനി CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ പ്രകാശ് ബാബു എഴുതിയ ലേഖനം. ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്പസമയം മുൻപ് നമ്മൾ കണ്ടതാണ്. VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ വിവരാവകാശ നിയമപ്രകാരം വന്ന മറുപടിയിന്മേലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുകയാണ്. അതും സംഭവിച്ചു. അദ്ദേഹത്തിന് തൃപ്തിയായി. മുഖ്യമന്ത്രി ഈ നടപടി എടുക്കുന്നത് തന്നെ ഇങ്ങനെയൊരു അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ VS സുനിൽകുമാറിന് തൃപ്തിയായി. ഇനി തൃപ്തിയാകാനുള്ളത് പ്രകാശ് ബാബുവിനാണ്, ദേശീയ നിർവാഹക സമിതി അംഗം CPIയുടെ. തൃപ്തിയാക്കാം. അപ്പോൾ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ വന്ന ഈ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ADGPയെ മാറ്റണം. അത് നടക്കില്ല. ADGPയെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാകണം. ഈ അന്വേഷണ റിപ്പോർട്ട് വരണം. ഇന്നിപ്പോൾ 20-ാം തീയതിയായി, 10 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് വരും. സതീശൻ പറയുന്നത് പോലെ ഇവിടെ ആൾക്കാരെ ഞാൻ പൂർത്തിയാക്കട്ടെ. PV അൻവർ MLA, പ്രകാശ് ബാബു, VD സതീശൻ ഇവരെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ മാറ്റാനിരിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ ADGPയെ മാറ്റണമെന്ന് CPI ജനയുഗത്തിൽ ഒരു ലേഖനം പ്രകാശ് ബാബു എഴുതിയാൽ ഉടൻ അതിനെ TP രാമകൃഷ്ണൻ എൻഡോഴ്സ് ചെയ്താൽ ഉടൻ മാറ്റാനിരിക്കുന്ന ഒരു സംവിധാനമല്ല. അങ്ങനെയാണെങ്കിൽ LDF യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഘടകകക്ഷികൾ വന്ന് പറഞ്ഞല്ലോ. അപ്പോഴെന്താ പറഞ്ഞത്? അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതെല്ലാം കേട്ട് LDF യോഗത്തിൽ ഇതേ ഘടകകക്ഷികൾ എല്ലാവരും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്നാണ്. ആ അന്വേഷണം സ്പീഡപ്പ് ചെയ്യാൻ ഇപ്പോൾ DGPയോട് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണം പൂർത്തിയാകണം. അല്ലാതെ ഒരു നടപടി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ഈ സമ്മർദ്ദം ശക്തമാകുമ്പോൾ മാറ്റാനാണെങ്കിൽ ഇതിനകം മുഖ്യമന്ത്രി മാറ്റിയേനെ. അത് മാറ്റാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ MR അജിത് കുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും വിശ്വാസം കൈവിടാതെ അദ്ദേഹത്തെ സംരക്ഷിച്ച് തന്നെ നിൽക്കുകയാണ്. MR അജിത് കുമാർ മുഖ്യമന്ത്രിയും രണ്ടല്ല ഒന്നാണ്. ഞാനത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത്രയും വിശ്വാസമുണ്ട്. ഈ പൂരം കലക്കലിലേക്ക് കൂടി വരാം. പൂരം കലക്കലിൽ ഏപ്രിൽ 21-ാം തീയതി അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചൊരു അന്വേഷണം നടന്നില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് വലിയ സംഭവമാകുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ ആ അന്വേഷണം അവിടെ നടന്നിരിക്കണം. കാരണം ആഭ്യന്തര വകുപ്പിന്റെ തലവനാണ് മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അന്വേഷണം നടത്താൻ DGPയോട് ഉത്തരവിട്ട് കഴിഞ്ഞിട്ട് ആ അന്വേഷണം നടന്നില്ല എന്ന് അതേ പോലീസ് ആസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ വിവരാവകാശ നിയമപ്രകാരം മറുപടി കൊടുത്താൽ അയാൾക്കെതിരെ നടപടിയെടുക്കണം. കാരണം എവിടെയാണ് കൺസേൺഡ് അതോറിറ്റിയോട് ചോദിച്ചിട്ടാണോ ആ മറുപടി കൊടുത്തത്? നേരെ തൃശ്ശൂരിലേക്ക് അത് വിടുകയാണ്. തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ തൃശ്ശൂർ സിറ്റി പോലീസിനോ ആണോ ആ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളത് DGPയോടെയാണ് ചോദിക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ ഓഫീസ് ഓർഡർ അല്ല. വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഒരു കാര്യത്തെക്കുറിച്ച് RTI പ്രകാരം മറുപടി കൊടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്, മാറ്റി നിർത്തിയത്. അത് എടുക്കേണ്ട ഒരു നടപടി തന്നെയാണ്. ഇനി ഈ അന്വേഷണത്തെ പറ്റി ഒരു അറിവുമില്ല എന്നാണ് കൊടുത്ത മറുപടി. പൂരം മുടങ്ങിയതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്, RTI പ്രകാരമുള്ള ചോദ്യത്തിന് അന്വേഷണത്തെ പറ്റി അറിവില്ല എന്ന് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അത് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ്. അതൊരു സർക്കാരിനെ തന്നെ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഇതായിരുന്നു ചർച്ച. എല്ലാവരും തെറ്റിദ്ധരിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല. അതേ ചൊല്ലിയുള്ള പ്രതികരണങ്ങൾ ഒരു പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ എല്ലായിടത്തും നടന്ന ചർച്ച അതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് VS സുനിൽകുമാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണല്ലോ തൃശ്ശൂരിൽ തോറ്റത്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവിന് 3-ാം സ്ഥാനത്തേക്ക് പോയ കോൺഗ്രസിന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഇനിയും സമയമെടുക്കും. കാരണം CPIM-ഉം BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതുകൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് ഇവരെങ്ങനെയാണ് പോവുക? 2-ാം സ്ഥാനത്തേക്കും വരണ്ടേ? LDFന് 3-ാം സ്ഥാനത്തേക്ക് പോയെങ്കിൽ മാത്രമേ ആ വാദവും നിലനിൽക്കുകയുള്ളൂ. അതെ. അപ്പോൾ കൂടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കണക്ക് നിൽക്കുക? മുരളീധരൻ തോറ്റെന്നല്ല, തൃശ്ശൂർ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചു. അതിന്റെ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് തടിയൂരാൻ VD സതീശൻ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പൂരം കലക്കി
ബ്രേക്കില്ലാത്ത വണ്ടി കയറ്റി എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കെ മുരളീധരൻ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പത്മജയ്ക്ക് അതിന് മുൻപേ ബോധ്യപ്പെട്ടു ചേട്ടാ പറ്റിക്കാനാണ് എന്നുള്ളത്. പത്മജ ആദ്യമേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് ചേട്ടൻ പക്ഷേ കേട്ടില്ല എന്ന് മാത്രം. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നു എന്ന വി എസ് സുനിൽകുമാറിന്റെ ആരോപണം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ, തൃശ്ശൂരിൽ പൂരം കലക്കാൻ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ, പൂരം കലങ്ങി എന്നുള്ളത് സത്യമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള പോലീസ് നിയന്ത്രണങ്ങളെ കുറിച്ച് പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പൂരം കലക്കിയത് ആരാണ് എന്നുള്ളതിൽ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. കാരണം അത് പൂരപ്രേമികൾക്ക്, തൃശ്ശൂരുകാർക്ക് അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും കിട്ടേണ്ട ഒരു മറുപടിയാണ്. അവിടെ പോലീസിന്റെ അനാവശ്യ നിയന്ത്രണം ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ രാത്രിയിൽ നമ്മൾ കണ്ട കാര്യമാണ്. എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെ അവിടെ അങ്കിത് അശോക് തടഞ്ഞത്. അത് ദൃശ്യങ്ങളിലടക്കമുണ്ട്. അത് ഡിജിറ്റൽ എവിഡൻസ് ആയി അവിടെയുണ്ട്. തിരുവമ്പാടിയുടെ കുടമാറ്റത്തിലുള്ള ശ്രീരാമന്റെ രാമലല്ലയുടെ കുട കൊണ്ടുവന്നവരെ പോലീസ് തടഞ്ഞതും ദൃശ്യങ്ങളിലുണ്ട്. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും നിൽക്കുമ്പോൾ, ഈ ദൃശ്യങ്ങളടക്കം തെളിവുകളായി മുന്നിലുള്ളപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അതിന് ADGP MR അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ADGP ഈ കുട കൊണ്ടുവരുന്നത് തടയാൻ, കാരണം RSS ബന്ധമാണല്ലോ ആരോപിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ശ്രീരാമന്റെ കുട കൊണ്ടുവരുന്നത് തടയാൻ ADGP പറയുമോ? ഇങ്ങനെ ഈ പോലീസിന്റെ നിയന്ത്രണം അത് അങ്കിത് അശോകിൽ നിന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്കിത് അശോക് എന്ന മുൻ കമ്മീഷണർ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതടക്കം ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് ADGP കൊടുക്കാൻ പോകുന്നത്. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ ഉള്ളടക്കം ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടുന്ന റിപ്പോർട്ടാണോ എന്നുള്ളത്, മാഡം പറഞ്ഞതുപോലെ തട്ടിക്കൂട്ടുന്ന റിപ്പോർട്ടാണോ എന്നുള്ളത് റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാകുമല്ലോ. മൊഴി ആരുടെയൊക്കെ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ അന്വേഷണം നടന്നിട്ടുണ്ട്, ആരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡഡ് ആണ്, അതെല്ലാം കൃത്യമായി ഉള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരാൻ പോകുന്നത്. ഒറ്റ കാര്യം കൂടി, പൂരം കലക്കിയത് ആരാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നില്ല. ആ മറുപടി മുഖ്യമന്ത്രി തന്നേ പറ്റൂ. ADGP അതിനു മുൻപേ കുറ്റക്കാരനാണ്, തൂക്കിക്കൊല്ലണമെന്ന് VD സതീശൻ പറഞ്ഞാൽ അത് ഏറ്റുപാടാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. ആരും ഏറ്റുപാടേണ്ട കാര്യമില്ല. VD സതീശൻ പറഞ്ഞ ഏറ്റുപാടാൻ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല. അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിലെ ധ്വനി മനസ്സിലാവുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നാളെ എന്തിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? നാളെ എന്ന ദിവസം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് നാളെ കൊടുക്കുമെന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ്? അല്ലല്ല, ഈ തൃശ്ശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് നാളെ കൊടുക്കാൻ പോകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നാളെ കൊടുക്കുകയാണെങ്കിൽ അല്ല, അങ്ങനെ പൂർത്തിയാകുന്നതിനൊക്കെ സമയക്രമം ഉണ്ടല്ലോ. നാളെ എന്ന ദിവസം നാളെ വാർത്താ സമ്മേളനം നടത്താൻ ഇരിക്കുന്നു മുഖ്യമന്ത്രി. അപ്പോൾ നാളെ തന്നെ റിപ്പോർട്ട് വരുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ 5 മാസം ചെയ്തത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇതുവരെ മറുപടി നൽകാതിരുന്നത്? അതിനൊന്നും മറുപടിയില്ലല്ലോ. അതിനൊന്നും മറുപടിയില്ല. അന്വേഷണത്തെക്കുറിച്ചും റിപ്പോർട്ടിനെ കുറിച്ചും VS സുനിൽകുമാർ തിരുവനന്തപുരത്ത് ചോദിക്കുമ്പോൾ, സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ മറുപടി നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ശരി നാളെ വരെ കാത്തു നിൽക്കൂ, നാളത്തെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. നാളെ വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. നാളെ വരുമെന്നുള്ളതാണ് സൂചന. ഇല്ലല്ല, നാളെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് വസ്തുത നമ്മൾ കാണുന്ന പോലെ സ്മൃതി, ഒരു ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കണം റിപ്പോർട്ട് എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 5 മാസമായിട്ടും കൊടുത്തില്ല എന്നതാണ് വസ്തുത. അതിന്റെ അർത്ഥം അന്വേഷണം നടന്നിട്ടില്ല എന്നല്ല. അല്ല, അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി കൊടുത്തിട്ടില്ല. അതാണ് തെറ്റ്. ആ മറുപടി തെറ്റായ മറുപടിയാണ്. തെറ്റായ മറുപടി കിട്ടിയോ? ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ വിവരാവകാശ മറുപടി അല്ല പറയുന്നത്. അതിന് മുൻപ് തന്നെ സർക്കാരിനോട് ഇത് ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ മറുപടി കിട്ടുന്നില്ല, തനിക്ക് മറുപടി കിട്ടുന്നില്ല, ഞാൻ എത്ര ദിവസമായി ചോദിക്കുന്നു എന്ന് VS സുനിൽകുമാർ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു മന്ത്രിയില്ലേ, ഇത് മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ മിണ്ടിയിട്ടില്ല എന്നും മുന്നണി യോഗത്തിൽ ADGPയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ എതിരഭിപ്രായം കൃത്യമായി പറഞ്ഞു. അപ്പോൾ അവിടെ അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ എതിരഭിപ്രായം അവിടെ നിൽക്കുന്നു, ഞങ്ങൾ മാറിയിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിടത്ത് നിൽക്കുന്നു. കൃത്യമല്ലേ? നോക്കൂ, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. ആ ആരോപണം വളരെ കൃത്യമാണ്. CP ഉന്നയിച്ചതൊരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയത്തോടൊപ്പമാണ് ഞാനും നിൽക്കുന്നത്. എന്താണ് രാഷ്ട്രീയ വിഷയം? RSSന്റെ നേതാവിനെ കണ്ടത് പ്രഖ്യാപിത ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയത്തിനെതിരാണ്. ആ നിലപാടാണ് CP സ്വീകരിച്ചിരിക്കുന്നത്. അതിനവർക്ക് വേണ്ടത് രാഷ്ട്രീയമായ മറുപടിയാണ്. CPM അത് കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നാളെ മുഖ്യമന്ത്രിയും ഒരു പക്ഷേ ഈ കാര്യം വിശദീകരിച്ചേക്കാം. CPM ആണ് ആ കാര്യത്തിൽ വിശദീകരണം കൊടുക്കേണ്ടത്. കാര്യം LDFന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുമ്പോൾ CP ഈ വിഷയമാണ് ഉന്നയിച്ചത്. അതിന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണമല്ല ആവശ്യം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ ഇച്ഛയോട് കൂടി ഒരു രാഷ്ട്രീയ തീരുമാനം വരണം. ആ രാഷ്ട്രീയ തീരുമാനമാണ് നമ്മൾ രണ്ടുപേരും. ഞാൻ നാളെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ കാത്തിരിക്കുന്ന മറുപടി ADGP RSS കൂടിക്കാഴ്ചകളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അല്ല, അന്വേഷണം നടക്കുന്നു എന്നല്ല. അല്ലെ, ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനെടുത്ത സ്പീഡ്, അതിന് ഗുരുതരമായ ആരോപണം. ആരോപണങ്ങളാണെങ്കിൽ
കൊടുത്താണ്. പറഞ്ഞില്ലല്ലോ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അതായിക്കോട്ടെ, ആ സ്ഥാനത്ത് മാറ്റിയോ ഇല്ല. അല്ല അതൊരു മാറ്റിയോ ഇല്ല. ഒരു നിമിഷം മാറ്റിയില്ലോ. ഇതിൽ സംശയകരം തന്നെയാണ്. സ്മൃതി കേൾക്കൂ, ഒരിടത്ത് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ സുജിത് ദാസിനോടൊപ്പം MR അജിത് കുമാർ ബന്ധപ്പെട്ട് ഇത്തരം ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും തെളിവ് സ്മൃതിയുടെ പക്കലുണ്ടോ? അല്ല, സുജിത് ദാസ് ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങനെ സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ സുജിത് ദാസിനെതിരെ നടപടി വന്നോ? സുജിത് ദാസിനെതിരെ എന്തുകൊണ്ടാണ് നടപടി വന്നത്? സുജിത് ദാസ് പ്രഥമ ദൃഷ്ട്യാ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തെളിവുണ്ട് നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ. എന്താണ് തെളിവ്? നമ്മുടെ ചാനൽ പുറത്തുവിട്ട PV അൻവറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം. അങ്ങനെ ഒരു സംഭാഷണം ADGP MR അജിത് കുമാറിന്റേതായി പുറത്തു വന്നിട്ടുണ്ടോ? അല്ല, ഇനി വേണ്ട, ഇനി ഇടപെട്ടതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ടോ? ഇനി അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ടെലിഫോൺ ഈ ലൊക്കേഷൻ ടവർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ? അപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ഏതെങ്കിലും തരത്തിൽ MR അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ചില തെളിവുകൾ പ്രാഥമികമായി വരണം. എൻ്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ. ഞാൻ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് പറയുന്നില്ല, പക്ഷെ നിലവിലത് ആരോപണങ്ങളായി നിലനിൽക്കുകയാണ്. പക്ഷേ താങ്കൾ നേരത്തെ വളരെ കൃത്യമായി ഉന്നയിച്ചതുപോലെ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അതൊരു രാഷ്ട്രീയമായ വിഷയമാണ്. അതിന് ഇതൊന്നും തടസ്സമല്ല. അതാണ് CP ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തോടൊപ്പം, പ്രകാശ് ബാബു ഉന്നയിച്ച വിഷയത്തോടൊപ്പം തന്നെയാണ്. രാഷ്ട്രീയമായ തീരുമാനമെടുക്കേണ്ടതിന് പകരം ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമല്ല വേണ്ടത്. അതിനെക്കൊണ്ട് രാഷ്ട്രീയമായ തീരുമാനങ്ങൾ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അക്കാര്യത്തിൽ നടപടി വേണം എന്നതാണ് എന്റെ പക്ഷം. ഞാനിവിടെ താങ്കളോടൊപ്പം യോജിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഗോൾവാൾക്കറിന്റെ മുമ്പിൽ പോയി വിളക്ക് തെളിയിച്ച പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് നിന്ന് മാറണോ? അതാ സൈലൻസ്. ഒരു മിനിറ്റ്, ഗോൾവാൾക്കറിന്റെ അവിടെ വിളക്ക് തെളിയിക്കുക മാത്രമല്ലല്ലോ, വിളക്ക് തെളിയിക്കുക മാത്രമല്ല, RSSന്റെ ചടങ്ങിൽ പങ്കെടുത്തല്ലോ. ആരൊക്കെ പങ്കെടുത്തു? ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തു? പങ്കെടുക്കാറുണ്ട്. പുസ്തക പ്രകാശനത്തിൽ ആരൊക്കെ പങ്കെടുത്തു? ഈ ഒരുമാതിരി പലയിടത്തായി പരിപാടി നടത്തുന്നു അല്ലെ? പുസ്തക പ്രകാശനം പലയിടത്ത്, P പരമേശ്വരൻ പുസ്തക പ്രകാശനമാണല്ലോ, പലയിടത്തായി നടത്തുന്നു. ഒരു സ്ഥലത്ത് VS പങ്കെടുക്കുന്നു, ഒരു സ്ഥലത്ത് VD സതീശൻ പങ്കെടുക്കുന്നു. VD സതീശൻ അന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ വിവേകാനന്ദനെ RSS തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെതിരെ ആ പരിപാടിയിൽ വിമർശിച്ചു എന്നാണ്. VS അന്ന് അങ്ങനെയാണ് പ്രസംഗിച്ചത്. VSും അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പുസ്തക പ്രകാശനത്തിൽ ഈ രണ്ട് പരിപാടികളുമാണ്. മറ്റേത് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത്, അത് VD സതീശൻ എന്നോട് ചോദിക്കുന്നത്. ഞാനിവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യം RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയ ആൾ ഇപ്പോഴും KPCC പ്രസിഡന്റായും മതേതരത്വം പറഞ്ഞു നടക്കുന്നുണ്ട്. നിങ്ങൾ പറയൂ, വർഗീയതയ്ക്കെതിരെ ആയുധവുമായി RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാ സ്മൃതി? ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം. ഇതൊക്കെ ആരോപണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. ഈ വിഷയത്തിൽ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയ ഒരു നേതാവിന്റെ RSSുമായി പലതവണ കോൺഗ്രസ് സന്ധി ചെയ്തതിനെ കുറിച്ച് ഇവിടെ ആർക്കും തർക്കമില്ലെന്നേ. ഇവിടെ പല നേതാക്കളും പല നിലപാടെടുക്കുകയും ഇതിലൊക്കെ വെള്ളം ചേർക്കുകയും അല്ലെങ്കിൽ പാതി ആ നിലപാടോടുകൂടി പോവുകയൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഉടനെ കോൺഗ്രസ് കാര്യമല്ല പറയണ്ടേ, ഇവരുടെ മറുപടി പറയേണ്ട മറുപടി ഇല്ല, പരത്തി പറയല്ല. നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി നൽകണം. കുമാറിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തതാരാ? അന്ന് TP സെൻകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ 2017 തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം മാറ്റണം എന്ന് പറഞ്ഞതാരാ? പ്രതിപക്ഷമല്ലേ? TP സെൻകുമാർ ഈ പുറത്തുപോയി ഈ സംഘ പരിവാർ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രി നിലപാടെടുത്തപ്പോൾ ആ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ പോയതാരാ? അന്നത്തെ പ്രതിപക്ഷമല്ലേ? ആയിക്കോട്ടെ, ആ പ്രതിപക്ഷത്തിന് പിന്നെ എന്താ അവകാശമാണ് ADGPയുടെ കാര്യത്തിൽ ഉന്നയിക്കാൻ? അതല്ല എന്റെ ചോദിച്ച പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ദുരർത്ഥത്തിലുള്ള സംസാരം ഈ ചർച്ചയിൽ നടക്കില്ല കേട്ടോ. ഞാൻ ഞാൻ ഇറങ്ങി പോകുന്നത്. ഒരു മിനിറ്റ്, സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ഒരു മിനിറ്റ്, പ്രതിപക്ഷത്തോടുള്ള ചോദ്യങ്ങൾ
ചോദ്യമാണ്. ഞാൻ നിങ്ങളെ നോക്കിയതേ ഉള്ളൂ. എന്നോട് മാന്യമായിട്ട് സംസാരിക്കണം. അല്ല, നോക്കൂ. ഇല്ല, ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഒരു ഞാൻ മിനിറ്റ്. പ്രതിപക്ഷത്തോടുള്ള ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മൃതിയോടുള്ള ചോദ്യമല്ല. സ്മൃതിയോടുള്ള ചോദ്യമേ അല്ല. ഒറ്റ പോയിന്റ് ഉന്നയിച്ചുള്ളൂ. പ്രതിപക്ഷത്തോടുള്ള ചോദ്യവും ഇവിടെ ഞാനടക്കം പ്രതിപക്ഷത്തോടുള്ള ചോദ്യം ചോദിക്കുകയും ഞാൻ ഈ സെൻകുമാറുമായി ബന്ധപ്പെട്ട് ഞാനും ചർച്ച നടത്തിയിട്ടുണ്ട് സെൻകുമാറിനെതിരെ. അത് സ്മൃതിക്കെതിരെയുള്ള ചോദ്യമല്ല. എനിക്ക് സ്മൃതിയോട് ആകെ ഒറ്റ വിയോജിപ്പേ ഉള്ളൂ. അതായത് തെറ്റായ വിവരം കൊടുത്ത ഒരു ഡിവൈഎസ്പിയെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത് ദുരുദ്ദേശപരമായ നടപടിയാണ് എന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. തെറ്റായൊരു മറുപടി വിവരാവകാശ രേഖ പ്രകാരം കൊടുത്ത് ഈ കഴിഞ്ഞ 6 മണിക്കൂർ നേരം സംസ്ഥാന സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ആ വാർത്തയ്ക്ക് ഒരിടം നൽകിയ, തെറ്റായ വിവരം നൽകിയ ഒരു ഡിവൈഎസ്പിക്കെതിരെ നടപടി എടുത്തില്ലെങ്കിലാണ് കുഴപ്പം. ശരി, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ കാര്യത്തിലെടുത്ത സ്പീഡ് നിങ്ങൾക്ക് RSSുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിടത്താണ് എന്റെ ചോദ്യം. അവിടെ പറഞ്ഞോട്ടെ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRIസിൽ ഡിവൈഎസ്പിയുമായ MS സന്തോഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കമുണ്ടാക്കി എന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി. അതായത് ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു തെറ്റായ മറുപടി അദ്ദേഹം നൽകുകയും ആ മറുപടി മൂലം തൃശൂരിലെ CPI സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ അടക്കം ആ വിഷയത്തിൽ പ്രതികരിക്കുകയും അത് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുകയും ചെയ്ത ആക്ഷൻ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് പൊതുമധ്യത്തിൽ നിലവിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതിനാലാണ് ആ നടപടിയിലേക്ക് കടന്നത്. ഇവിടെ ADGP MR അജിത് കുമാർ പൂരം കലക്കി എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത്? ADGP MR അജിത് കുമാർ സ്വർണം കടത്തി എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത്? ഇതെല്ലാം അന്വേഷിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടേ ഉള്ളൂ. ആ അന്വേഷണത്തിൽ ബോധ്യപ്പെടണം. ഇവിടെ സന്തോഷ് ഇക്കാര്യം മറുപടി നൽകി എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ്. തെറ്റായ മറുപടി നൽകി എന്നുള്ളത് ബോധ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷിനെതിരെ നടപടി എടുക്കുമ്പോൾ ആരോപണത്തിന്റെ പേരിൽ മാത്രം അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല മാഡം. ശരി, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം അസാധാരണമായ കരുതലോ എന്നതായിരുന്നു. കരുതലില്ലാന്നല്ലേ? അല്ലല്ല, അസാധാരണമായ എന്റെ വിഷയം എന്താ? RSSുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രകാശ് ബാബു ഉന്നയിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നയം ഇടതുമുന്നണിക്കുണ്ടായിരിക്കെ അങ്ങനൊരു സന്ദർശനത്തുമായി ബന്ധപ്പെട്ട് കിട്ടി ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചു. അത് അസാധാരണമായ ഒരു കരുതലാണ്. അതാണ് എൻ്റെ ടേക്ക്. അത് ജാഗ്രത കുറവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അസാധാരണമായ കരുതൽ ഈ നിമിഷവും തുടരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതെ, നമുക്ക് അസാധാരണമായ കരുതലുണ്ട് എന്ന് തന്നെയാണ് കരുതൽ തുടരും. അത് P ശശിയോടും MR അജിത് കുമാറിനോടൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ആ കരുതൽ എടുക്കാനുള്ള എല്ലാ അവകാശവും അധികാരവും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു. 3 പേരുടെയും ഉത്തരം യെസ്. Meet the editors.